ഹായ് ഓൾ, നമ്മൾ ഈ വീഡിയോയുടെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഐഫോൺ 18 സീരീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5 അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ അപ്ഡേറ്റ്സ് പറഞ്ഞതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ആപ്പിളിൻ്റെ CEO ആയ ടിം കുക്ക് പോയി, എന്നിട്ട് ഇപ്പോൾ ജോൺ ടെർണസ് ആണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ടിം കുക്ക് എന്ന് പറഞ്ഞ വ്യക്തി കുറച്ചും കൂടെ സപ്ലൈ ചെയിൻ, ഫാക്ടറീസ്, അങ്ങനെ കുറച്ചും കൂടെ ബാക്ക് എൻഡിൽ കളിക്കുന്ന ആളാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇപ്പോൾ ഐഫോൺ 13 മുതൽ ഐഫോൺ 15 വരെ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ആപ്പിൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിരുന്നത് അവരുടെ ഫാക്ടറീസ് ബെറ്റർ ആക്കാനും അവർ തേർഡ് പാർട്ടീസിന് കൊടുക്കാനും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജോൺ ടെർണസ് വന്നിരിക്കുകയാണ്. ജോൺ ടെർണസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എപ്പോഴും പ്രോഡക്റ്റ് ഫസ്റ്റ് അപ്രോച്ചാണ്. അതായത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബെറ്റർ ആക്കും. അതാണ് പുള്ളിയുടെ ഒരു കോൺസെപ്റ്റ്. ഏറ്റവും ആദ്യത്തെ ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഐഫോൺ 18 എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങുന്നില്ല. പകരം പ്രോയും പ്രോ മാക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇറങ്ങുന്നത്. ഇതിന് പ്രധാനമായിട്ടും 4 കളറാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ചെറി റെഡ് എന്ന് പറഞ്ഞ കളറായിരിക്കും ഏറ്റവും കൂടുതൽ പോപ്പുലർ ആകാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 17 പ്രോയും 17 പ്രോ മാക്സും ഇറങ്ങിയപ്പോൾ കോസ്മിക് ഓറഞ്ച് എന്ന് പറഞ്ഞ കളറായിരുന്നു പോപ്പുലറായത്. മിക്കവാറും ഈ പറഞ്ഞ 18 പ്രോയിനും 18 പ്രോ മാക്സിനും ചെറിയ റെഡ് ആയിരിക്കും പോപ്പുലർ ആവുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ അകത്തുള്ള ഡൈനാമിക് ഐലൻഡ് ഇല്ലേ, അത് ഒന്നും കൂടി ഒന്ന് ചെറുതാവും. എന്നിട്ട് ഫേസ് ഐ ഡി ഈ ഡിസ്പ്ലേയുടെ അകത്തോട്ട് പോകും. അപ്പോൾ ഫോണ് കാണാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിളും ഗൂഗിളും ഒരുമിച്ചിട്ട്, അതായത് ജെമിനയും സിരിയും ഒരുമിച്ചിട്ട് ഒരു AI ആയിട്ടാണ് ഈ ഐഫോണിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ആപ്പിൾ ഉപയോഗിക്കുന്നവരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായമാണ്, അതായത് സിരി ഇത്തിരി മോശമാണ് മറ്റ് AI കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ ജെമിനൈ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അടിപൊളിയാവും. നാലാമത്തെ ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഫോൺ 18 പ്രോയിലൊക്കെ ഈ ക്യാമറയുടെ സ്ഥലത്ത് കുറച്ചും കൂടെ തിക്നെസ് കൂടുതലായിരിക്കും ഏത് 17 പ്രോനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പർച്ചർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പർച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ലെൻസിൻ്റെ അകത്തോട്ട് വരുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയുടെ കാര്യത്തിലൊക്കെ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രൊസസ്സറിൻ്റെ അകത്ത് 2nm ചിപ്സെറ്റ് ആയിരിക്കും. അതായത് 2 നാനോമീറ്റർ ചിപ്സെറ്റ്. സംഭവം ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും, കുറച്ചും കൂടെ പവർ എഫിഷ്യൻ്റ് ആയിരിക്കും, കുറച്ചും കൂടെ നല്ല വർക്കിംഗ് ആയിരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ ബെറ്റർ ആയിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ആപ്പിൾ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഫോൺ ഇറക്കാൻ പോണ്. അതായത് നമ്മൾ സാംസങ്ങും അതുപോലെ മറ്റ് കമ്പനികളിൽ ഈ കണ്ട പോലെ ആപ്പിൾ ഈ വർഷം ഒരു ഫോൾഡബിൾ ഫോൺ ഇറക്കാൻ പോണ്. അതിൻ്റെ പേര് മിക്കവാറും അൾട്ര ആവുന്നൊക്കെയാണ് ഇൻ്റർനെറ്റിൽ പറയുന്നത്. അത് നമുക്ക് എന്തായാലും വന്നിട്ട് നോക്കാം. ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രീസ്ലെസ് ആയിരിക്കും. അതായത് നമ്മൾ ഫോൺ തുറക്കുമ്പോൾ സെൻറ്റർ ഭാഗത്ത് ആ ഒരു ബബിളോ അല്ലെങ്കിൽ ആ ഒരു വെട്ട് നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല എന്നാണ് ആപ്പിൾ പറയുന്നത്. പിന്നെ എങ്ങനെ പോയാലും ഈ ഫോൺ നല്ല റേറ്റ് ഉണ്ടാവും. എന്തായാലും ഒരു 2 ലക്ഷത്തിന് മുകളിൽ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നന്ദി.